ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പോളിയ എന്ന ലെസണിലെ ആക്ടിവിറ്റി പാർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയാസ് ക്യാരക്ടർ? മേക്ക് എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച്. ജസ്റ്റിഫൈ യുവർ പോയിന്റ്സ് വിത്ത് എക്സാമ്പിൾസ്. പോളിയയുടെ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. എക്സാമ്പിൾസ് ഹിൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്നസെൻ്റ് ആണ്, ഇല്ലിട്രേറ്റ് ആണ്, ഇൻ്റലിജൻ്റ് ആണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. പോളിയ ഈസ് ആൻ ഇല്ലിട്രേറ്റ് ആൻഡ് ഇന്നസെൻറ്റ് ഹൗസ് വൈഫ്. പോളിയ എന്ന് പറഞ്ഞാൽ നിരക്ഷരയായിരുന്നു, അതുപോലെ തന്നെ ഒരു പാവം ഹൗസ് വൈഫുമായിരുന്നു. ഷീ ഈസ് എൻ ഓർഡിനറി കൺട്രി വുമൺ ഹു ഡസൻ ഫൈൻഡ് എനി പ്രോബ്ലം ഇൻ ലിവിങ് ദ ലൈഫ് ഓഫ് എൻ ഇല്ലിട്രേറ്റ് പേഴ്സൺ. അവരൊരു സാധാരണ സ്ത്രീയായിരുന്നു, അതുപോലെ തന്നെ എഴുത്തും വായനയും അറിയാതെ ജീവിക്കുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല. ഷീ കീപ്സ് ഓൺ വേവിങ് റിപ്പീറ്റഡ് അപ്പീൽസ് ടു റീഡ് ആൻഡ് റൈറ്റ്. എന്താണ് ചെയ്യുന്നത്? ഹസ്ബൻഡ് എപ്പോഴൊക്കെ എഴുതാനും വായിക്കാനും പറയുന്നു അപ്പോഴൊക്കെ അവരതിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാണ്ട് തള്ളിക്കളഞ്ഞിരുന്നു. ബട്ട് ഷീ ഈസ് ക്ലെവർ ആസ് ഷീ വാണ്ട്സ് ടു റിമെയിൻ സൈലൻറ്റ് അബൌട്ട് ദ സസ്പെക്റ്റഡ് ലവ് ലെറ്റർ ടിൽ ഷീ ഈസ് കൺവിൻസ്ഡ് ഓഫ് ദ ട്രൂത്ത്. പക്ഷേ അവർ ബുദ്ധിയുള്ള സ്ത്രീയാണല്ലേ. ആ ലെറ്റർ കണ്ടപ്പോഴേക്കും ഭർത്താവിനോട് പോയി ചോദിച്ചില്ല, തന്നെ അതിൻ്റെ സത്യം എന്താണെന്ന് അറിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഷീ ഈസ് ട്രൂലി ഡിറ്റർമൈൻഡ് ആസ് ഷീ ഡിസൈഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ ഓർഡർ ടു നോ ദി സീക്രറ്റ് ഓഫ് ദി ലെറ്റർ. അവർ ഭയങ്കര ഡിറ്റർമൈൻഡ് ആണല്ലേ. അവർ വിചാരിച്ച കാര്യം അവർ നടത്തിയെടുത്തു. അവർക്ക് എഴുതാനും വായിക്കാനും അറിയണമെന്നുള്ളൊരു ആഗ്രഹം വന്നതോടുകൂടി അവരതിനു വേണ്ടി പ്രയത്നിക്കുകയും അതുപോലെ തന്നെ എഴുതാനും വായിക്കാനും പഠിക്കുകയും ചെയ്തു. വെൻ ഷീ ഫൈനലി അണ്ടർസ്റ്റാൻഡ് ദി ലോയൽറ്റി ഓഫ് ഹർ ഹസ്ബൻഡ് ഷീ ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ്. അവസാനം ഹസ്ബൻഡ് ലോയലാണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അവർ വിഷമത്തോടെ കരയുന്നുണ്ട്. This shows her sensitive character and her love for husband. ഇത് അവരുടെ സെൻസിറ്റീവ് ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത് അല്ലേ. പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട് അവർക്ക്, അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡിനോടുള്ള സ്നേഹവും കാണിക്കുന്നുണ്ട്. We can infer that Polya is a nice, innocent, ambitious, illiterate but clever country woman with strong willpower. പോളിയ ഇന്നസെൻറ്റും അംബീഷ്യസും ഇല്ലിട്രേറ്റും ഒക്കെയാണ്, പക്ഷേ അവളൊരു ബുദ്ധിയുള്ള സ്ത്രീയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് സ്ട്രോങ് വിൽ പവർ ഉണ്ട്. വിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചയദാർഢ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Do you think Polya would have become literate if she had not come across Maria's letter to her husband? Why do you think so? Discuss and write. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോളിയ ഈ ലെറ്റർ കണ്ടില്ലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും എഴുതാനും വായിക്കാനും പഠിക്കുമായിരുന്നെന്ന്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? റീസൺസ് കൊടുക്കൂ. I don't think she will ever even try of learning to read and write. It's only because of the letter she became literate. ഇല്ല, എനിക്ക് തോന്നുന്നില്ല ആ ലെറ്റർ കണ്ടില്ലായിരുന്നെങ്കിൽ അവൾ എഴുതാനും വായിക്കാനും പഠിക്കുമെന്ന്. ആ ലെറ്റർ കണ്ടതുകൊണ്ട് മാത്രമാണ് എന്തുണ്ടായത്? പോളിയയ്ക്ക് എഴുതാനും വായിക്കാനുമുള്ള ആഗ്രഹമുണ്ടായത്. Her husband's repeated request to her to learn to read and write were of no use. അവരുടെ ഹസ്ബൻഡ് അവരോട് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു? എഴുതാനും വായിക്കാനും പഠിക്കാനും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടായില്ല. പോളിയ നെവർ ഫെൽറ്റ് ദ നീഡ് ടു ബി ലിറ്ററേറ്റ് എവർ ഇൻ ഹെർ ലൈഫ്. പോളിയയ്ക്ക് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ എഴുതാനും വായിക്കാനും പഠിക്കാൻ ആഗ്രഹം തോന്നിയിട്ടില്ല. ഓൺലി ദ ഏർജ് ടു നോ ദ സീക്രറ്റ് ബിഹൈൻഡ് ദാറ്റ് ലെറ്റർ മെയ്ഡ് ഹെർ ടു ടേക്ക് എ ഡിസിഷൻ ടു ബിക്കം ലിറ്ററേറ്റ്. എന്താണ് ആ കത്തിൻ്റെ പിന്നിലെ സീക്രറ്റ് എന്താണ് അല്ലേ? രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പോളിയ എഴുതാനും വായിക്കാനും പഠിക്കാൻ തയ്യാറായത്. അടുത്തത് എന്താണ്? യു ഹാവ് ലേൺ സംതിങ് അബൌട്ട് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു തിങ്ക് അബൌട്ട് എ മീഡിയ ലാബ് ഇൻ യുവർ സ്കൂൾ. വാട്ട് മൈറ്റ് ബി ദ അറേഞ്ച്മെൻറ്റ്സ് നീഡഡ്? നമ്മൾ ഏത് ലെസനാണ് പഠിക്കുന്നത്? മീഡിയ ആണ് പഠിക്കുന്നത് അല്ലേ. മാൻ ആൻഡ് മീഡിയ ആണ് പഠിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കൂളിലൊരു മീഡിയ ലാബ് വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം? ടെലിവിഷൻ വേണം, ഇൻ്റർനെറ്റ് വേണം, മോഡം വേണം, വൈഫൈ കണക്ഷൻ വേണം, പ്രൊജക്ടർ വേണം, ടെലിഫോൺ കണക്ഷൻ വേണം, ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ബുക്സും വേണം. ഇനി മീഡിയ ലാബിൽ എന്തൊക്കെ വേണം? എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവണം? ഡിജിറ്റലും മൾട്ടിമീഡിയ റൈറ്റിങ്ങിനുമുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവണം. പിന്നെന്താണ്? പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉണ്ടാവണം, എഡിറ്റിംഗ് റൂംസ് ഉണ്ടാവണം, കൺട്രോൾ റൂംസ്, എക്യുപ്മെൻറ്റ് ആൻഡ് സ്റ്റോറേജ് റൂംസ് വേണം. റേഡിയോൻ്റെ സെക്ഷനിലാണെങ്കിൽ സ്റ്റുഡിയോ ആൻഡ് കൺട്രോൾ റൂം വേണം. ഡിജിറ്റൽ ലൈബ്രറി വേണം. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം? വീഡിയോസ്, പോഡ്കാസ്റ്റ്, ബ്ലോഗ്സ്, വെബ്സൈറ്റ്സ്, ഫോട്ടോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ആവശ്യമുള്ളത്? മൈക്രോഫോൺ വേണം, ഡിജിറ്റൽ വർക്ക് സ്റ്റേഷൻ വേണം, ഹെഡ്ഫോൺസ് വേണം, ഡിജിറ്റൽ കീബോർഡ് വേണം, കേബിൾസ് വേണം, മോണിറ്റേഴ്സ് വേണം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ പ്രിപ്പയർ എ വാൾ ന്യൂസ് പേപ്പർ. വാട്ട് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്? നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടാവുമല്ലേ, നിങ്ങൾ ചുമരിൻ്റെ മുകളിലൊരു ന്യൂസ് പേപ്പർ ഒരു ഷീറ്റ് ഒട്ടിച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. എഡിറ്റോറിയൽ ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഉണ്ടാവും,
ന്യൂസ് ഇൻക്ലൂഡ് ചെയ്യാം, നോട്ടീസസ്, റിവ്യൂസ്, പോയംസ്, ജോക്സ്, കാർട്ടൂൺസ്, ക്യൂസ്, പസിൽസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. പോളിയ വാസ് ഇനീഷ്യലി ഇല്ലിറ്ററേറ്റ്. ഫൈനലി ഷീ ബിക്കേം ലിറ്ററേറ്റ്. ദ വേർഡ് ഇല്ലിറ്ററേറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് മീനിങ് ടു ദ വേർഡ് ലിറ്ററേറ്റ്, ജസ്റ്റ് ആസ് ഫൈനലി ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇനീഷ്യലി. ഇല്ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് ആ ആൻറ്റണിംസ്. ആൻറ്റണിംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓപ്പോസിറ്റ്സ്, വിപരീതത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൻറ്റണിംസ് എന്ന് പറയുക. ലിറ്ററേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇല്ലിറ്ററേറ്റ് ആണ്. ഫൈനലിയുടെ ഓപ്പോസിറ്റ് എന്താണ്, ഇനീഷ്യലി. ഫൈനലി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, അവസാനത്തിൽ. ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ എന്താ, തുടക്കത്തിൽ. ഓക്കെ. ഇവിടെ താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻറ്റണിം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ. എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അറൈവൽ, ഡിപ്പാച്ചർ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അറൈവിൻ്റെ ഓപ്പോസിറ്റ് ഡിപ്പാർട്ടാണ്. എസ്ലീപ്പ്. എസ്ലീപ്പ് ഓപ്പോസിറ്റ് എന്താ, എവേക്ക്. എസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, എവേക്ക് എന്ന് പറഞ്ഞാൽ എണീക്കുക. ഫോർഗെറ്റ് ഓപ്പോസിറ്റ് റിമെമ്പർ. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക, റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക. ഹെയ്റ്റ് ഓപ്പോസിറ്റ് ലവ്, മോഡേൺ ഓപ്പോസിറ്റ് ഏൻഷ്യൻറ്റ്. അടുത്തത് സെക്ഷൻ ബി ആണ്. എ ഫ്യൂ സെൻറ്റൻസസ് ആർ ഗിവൺ ഇൻ കോളം എ. റീറൈറ്റ് ദം ഇൻ കോളം ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വേർഡ്സ് അണ്ടർലൈൻ വിത്ത് എ ആൻറ്റണിംസ്. എയിൽ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളോട് ബി കോളത്തിൽ എഴുതാൻ പറയാണ്. ഫസ്റ്റ് വൺ എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ദ ടീച്ചർ ലൈക്ക് സ്റ്റുഡൻസ് ഹു കം ഏർലി ടു സ്കൂൾ. നേരത്തെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെയാണ് ടീച്ചർക്ക് ഇഷ്ടം. അപ്പോൾ ഏർലിയുടെ ഓപ്പോസിറ്റ് എന്ത് വരും, ലേറ്റ് വരും. ടീച്ചർ ഡിസ്ലൈക്ക് സ്റ്റുഡൻസ് ഹു കം ലേറ്റ് ടു സ്കൂൾ. ടീച്ചർക്ക് നേരം വൈകി വരുന്ന കുട്ടികളെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ രണ്ട് ആൻറ്റോണിംസ് വന്നു അതിൽ. ലൈക്ക് ഓപ്പോസിറ്റ് ഡിസ്ലൈക്കും വന്നു, ഏർലി ഓപ്പോസിറ്റ് ലേറ്റും വന്നു. നെക്സ്റ്റ് എന്താ, ദ വെസൽസ് ആർ ക്ലീൻ. വെസൽസ് ആർ ക്ലീൻ ഓപ്പോസിറ്റ് എന്താ, വെസൽസ് ആർ ഡേർട്ടി. ലൈക്ക് ഹിം ഐ ഓൾവേസ് ഫിനിഷ് മൈ ഹോംവർക്ക് ഓൺ ടൈം. അവനെ പോലെ ഞാനും എൻ്റെ ഹോംവർക്ക് എപ്പോഴും സമയത്ത് ഫിനിഷ് ചെയ്യാറുണ്ട്, കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഫിനിഷ് ഓപ്പോസിറ്റ് എന്താണ്, ഐ ഓൾവേസ് സ്റ്റാർട്ട് മൈ ഹോംവർക്ക് ഓൺ ടൈം എന്ന് എഴുതാം. ഷി വർക്ക്സ് എസ് എ ടെമ്പററി ക്ലർക്ക് ഇൻ ദ കമ്പനി. അവളൊരു താൽക്കാലിക ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ടെമ്പററി ഓപ്പോസിറ്റ് എന്താ, പെർമനൻറ്റ്. ഷി വർക്ക്സ് എസ് എ പെർമനൻറ്റ് ക്ലർക്ക് ഇൻ ദ കമ്പനി. അവൾക്ക് സ്ഥിരമായ ജോലിയാണ് ക്ലർക്കായിട്ട്. ദർ ഈസ് ഓർഡർ ഇൻ ദ ക്ലാസ് വെൻ ദ ടീച്ചർ ഈസ് പ്രസൻറ്റ്. ടീച്ചർ ക്ലാസ്സിലുണ്ടെങ്കിൽ എന്താണ്, എല്ലാവരും അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഇരിക്കും. ദർ ഈസ് ഡിസോർഡർ ഇൻ ദ ക്ലാസ് വെൻ ദ ടീച്ചർ ഈസ് ആബ്സെൻറ്റ്. ടീച്ചർ ക്ലാസ്സിലില്ലെങ്കിൽ എങ്ങനെയാണ് ക്ലാസ്, എല്ലാവരും സംസാരിക്കുകയും ബഹളം വെക്കുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നത് എ ഫ്യൂ പ്രിഫിക്സസ് ആർ ഗിവൻ ഇൻ കോളം എ. യൂസിങ് ദ പ്രിഫിക്സസ് ഇൻ കോളം എ റൈറ്റ് ദ ആൻറ്റണിംസ് ഓഫ് ദ വേർഡ്സ് ഇൻ കോളം ബി. യു മേ യൂസ് എ ഡിക്ഷണറി. എ കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, മിസ്, ഇൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കോളം ബിയിൽ റെഗുലർ എന്ന് കൊടുത്തിട്ടുണ്ട്. റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക, ഇറെഗുലർ. പെർഫെക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഇംപെർഫെക്റ്റ്. സേഫിൻ്റെ ഓപ്പോസിറ്റ് എന്താ, അൺസേഫ്. അപ്പോൾ അത് നിങ്ങളോട് കറക്റ്റായിട്ടുള്ള ഏത് വേർഡാണോ വേണ്ടത് അത് യൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഇറെഗുലർ, ഇംപെർഫെക്റ്റ്, അൺസേഫ്, ഇൻസഫിഷ്യൻറ്റ്, അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ്. ഇൻ്റർപ്രറ്റ്, മിസ് ഇൻ്റർപ്രേറ്റ്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. കറക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഇൻകറക്റ്റ് ആണ്. അപ്പിയറിൻ്റെ ഓപ്പോസിറ്റ് ഡിസപ്പിയർ ആണ്. കോൺഷ്യസിൻ്റെ ഓപ്പോസിറ്റ് എന്താ, അൺകോൺഷ്യസ്. ബോധം പോകുന്നതിനെയാണ് അൺകോൺഷ്യസ് ആവുക എന്ന് പറയാം. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ലീഗലായിട്ടുള്ളത്, സത്യസന്ധമായിട്ടുള്ളത്. ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കള്ളത്തരമായിട്ടുള്ളത്. ഇൻഹ്യൂമൺ. ഹ്യൂമൺ ഓപ്പോസിറ്റ് എന്താ, ഇൻഹ്യൂമൺ. ന്യൂട്രീഷൻ ഓപ്പോസിറ്റ് മാൽ ന്യൂട്രീഷൻ. അടുത്ത് വരുന്നത് സിക്സ്ത് ആക്ടിവിറ്റി ആണ്. റീഡ് ആൻഡ് അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി പാസേജ് ദ ടെലിവിഷൻ. ടെലിവിഷനിൽ നിന്ന് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ദ റേഡിയോ വാസ് ഇൻ ഫാക്ട് ഡെവലപ്ഡ് ഫ്രം ദ ടെലിഗ്രാഫ് വിച്ച് വാസ് ഇൻവെൻറ്റഡ് ബൈ കുക്ക് ആൻഡ് ബീറ്റ്സ്റ്റോൺ ഇൻ 1835. ലെറ്റ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ് ഇൻറ്റു ടു. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു, ദ റേഡിയോ വാസ് ഡെവലപ്ഡ് ഫ്രം ടെലിഗ്രാഫ് എന്ന് കൊടുത്തു, ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ കുക്കി ആൻഡ് ബീറ്റ്സ്റ്റോൺ എന്നും കൊടുത്തു അല്ലേ. അപ്പോൾ രണ്ട് സെൻറ്റൻസിനെ ഒരുമിച്ചാക്കാൻ ഏത് വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് വേണ്ടിയിട്ട് നമ്മൾ വിച്ച് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. വാസ് ഡെവലപ്ഡ് ഫ്രം ടെലിഗ്രാഫ് വിച്ച് വാസ് ഇൻവെൻറ്റഡ് ബൈ എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം, രണ്ട് സെൻറ്റൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്. രണ്ട് സെൻറ്റൻസസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് മാത്രം, ഓരോ സെൻറ്റൻസ് മാത്രം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽ വരുന്നുണ്ടോ, ഡീറ്റെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. എന്തൊക്കെയാണ് ഫൈൻഡിങ്സ്, ദ റിലേറ്റീവ് പ്രോനൗൺ വിച്ച് ഈസ് യൂസ് ടു കമ്പൈൻ ദീസ് സെൻറ്റൻസസ് നമ്മൾ ഓൾറെഡി കണ്ടു. വിച്ച് വെച്ചിട്ടാണ് രണ്ട് സെൻറ്റൻസും കൂടി കൂട്ടി യോജിപ്പിച്ചത്. ദ സെൻറ്റൻസ് ബിഗിനിങ് വിത്ത് വിച്ച് ഡിസ്ക്രൈബ്സ് ദ വേർഡ് ടെലിഗ്രാഫ്. ടെലിഗ്രാഫിന് പകരമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്ത്, വിച്ച് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻഫാക്ട്
ഡെവലപ്പ് ഫ്രം ടെലിഗ്രാഫ് വിച്ച് വാസ് ഇൻവെൻറ്റഡ് അല്ലേ. അപ്പോൾ ടെലിഗ്രാഫിന് പകരം ഇവിടെ എന്ത് യൂസ് ചെയ്തു, വിച്ച് എന്ന് യൂസ് ചെയ്തു. ടെലിഗ്രാഫ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്, ഇവർ രണ്ടുപേരും കൂടിയാണ്. സെൻറ്റൻസ് ഗിവ്സ് us more information about ടെലിഗ്രാഫ്. ആ രണ്ട് സെൻറ്റൻസും ഒറ്റപ്പെട്ട് വരുന്നതിനേക്കാൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താ, എക്സാമിൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. It was Scotsman named J.L. Bird who invented television. Most of the pigeons that were used for carrying messages had a sense of right direction. Long ago, birds used to carry messages which were clipped to their wings. The relative pronouns യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇറ്റ് വാസ് എ സ്കോട്ട്സ്മാൻ നെയിം J.L. Bird who invented. ഹൂ എന്തിനാ യൂസ് ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹത്തിൻ്റെ പേരിന് പകരമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദി പീജിയൻസ് ദാറ്റ് വർ യൂസ്ഡ് അല്ലേ. അപ്പോൾ പീജിയൻ്റെ അവിടെ എന്ത് യൂസ് ചെയ്തു, റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ദാറ്റ് യൂസ് ചെയ്തു. ലോങ് അഗോ ബേർഡ്സ് യൂസ് ടു ക്യാരി മെസ്സേജസ് വിച്ച് അല്ലേ. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു, മെസ്സേജസിൻ്റെ അവിടെ വിച്ച് യൂസ് ചെയ്തു, അതാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഇനി ഇതുപോലെ നിങ്ങളോട് കുറച്ച് സെൻറ്റൻസ് കൂടി ടെക്സ്റ്റിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ പോളിയ ഹി സെഡ് ഈസ് ദ ലേറ്റസ്റ്റ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ വിച്ച് ഈസ് ബേസ്ഡ് അപ്പോൺ അപ് ടു ഡേറ്റ് മെത്തേഡ്. അവിടെ ഏതാ യൂസ് ചെയ്തിട്ടുള്ളത്, വിച്ച് എന്ന് പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്, ആ ബുക്കിന് പകരം വിച്ച് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ് വാസ് ചാൾസ് ബാബേജ് ഓഫ് ഇംഗ്ലണ്ട് ഹു മെയ്ഡ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ. ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഇൻവെൻറ്റ് ചെയ്തത് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജിന് പകരം നമ്മളവിടെ ഏത് യൂസ് ചെയ്തു, ഹൂ യൂസ് ചെയ്തു. ഓക്കെ. The mail was carried in 4 leather boxes എന്നാണ്, boxes which were attached to a special saddle blanket. ഓക്കെ. അപ്പോൾ ആ മെയിൽ ലെതർ ബോക്സിലാണ് കൊണ്ടുപോയിരുന്നത്, അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിന് ഏതാ യൂസ് ചെയ്തത്, വിച്ച് യൂസ് ചെയ്തു. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എലിസിറ്റ് റെസ്പോൺസസ് ഫ്രം യുവർ ഫ്രണ്ട്സ് ആൻഡ് fill in the column. Someone who sleeps more than 8 hours a night. ഒരു ദിവസം ഒരു രാത്രി 8 മണിക്കൂറിനും കൂടുതൽ ഉറങ്ങുന്നത് ആരാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയാം. അപ്പോൾ എന്തെഴുതാം, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഈസ് ദ വൺ ഹു സ്ലീപ്സ് ഫോർ മോർ ദാൻ 8 hours എ നൈറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താ, നെയിം ദ വൺ ഹോസ് പെറ്റ് ഈസ് എ കാറ്റ്. ശിവ ഈസ് ദ വൺ ഹോസ് പെറ്റ് ഈസ് എ കാറ്റ് എന്ന് കൊടുത്തു. ദ ബോയ് ഓർ ഗേൾ ഹൂം യു ലൈക്ക് ദ മോസ്റ്റ്. അപ്പോൾ എന്താ എഴുതുക, പേഴ്സൺസിൻ്റെ പേരാണെങ്കിൽ, അതായത് അനിക, രാഹുൽ, മോഹൻ എന്നൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഹൂം എന്നാണ് പറയുക. അനിക ഈസ് ദ ഗേൾ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, അനിക ഈസ് ദ വൺ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ് എന്ന് എഴുതാം. അപ്പോൾ അനിക ഈസ് ദ ഗേൾ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ് എന്ന് എഴുതാം. സമ്മൺ ഹൂ റീഡ്സ് മോർ ദാൻ യു ഡു. നിങ്ങൾ വായിക്കുന്നതിനും കൂടുതൽ വായിക്കുന്ന ആൾ ആരാണ്, ധന്യ ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദാൻ ഐ ഡു. സമ്മൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ യു. ഗ്രീഷ്മ ഈസ് ദ വൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ മീ. The color which you like the most. Blue is the color which I like the most. Subject you like the most. Hindi is the subject which I like the most എന്ന് കൊടുത്തു. Someone to whom you gave a birthday gift. Gogul is the one to whom I gave a birthday gift. A place where you would like to spend your holidays. Shimla is a place where I would like to spend my holidays. A movie which you recently watched. Ice Age is the movie which I recently watched. ആൾക്കാരെ പറ്റി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് എന്താണ്, ഹൂം ഒക്കെ യൂസ് ചെയ്യും. വെൻ വി ടോക്ക് അബൌട്ട് തിങ്സ്, സാധനങ്ങൾ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, ദാറ്റ്, വിച്ച് എന്നൊക്കെ പറയും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ്സ് ഹൂ, വിച്ച് ഓർ ദാറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. എ ടീച്ചർ ഈസ് എ പേഴ്സൺ ഹൂ ടീച്ചേഴ്സ്. ടീച്ചറിൻ്റെ പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഹൂ യൂസ് ചെയ്തു. ഡിക്ഷണറിക്ക് എന്ത് വരും, ഓക്കെ. ഇത് രണ്ടുമാണ് ആൻസർ വരിക. ഡിക്ഷണറി, എ ഡിക്ഷണറി ഈസ് എ ബുക്ക് ദാറ്റ് ഈസ് യൂസ് ഫോർ റെഫറൻസ്. ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജെയിൻ ബിൽഡ്. രണ്ടും ജീവനില്ലാത്ത വസ്തുക്കളാണല്ലേ, അപ്പോൾ ദാറ്റും വിച്ചും ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുക. നെയിം ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ യുവർ ഹൗസ്. നിങ്ങളുടെ വീടിനടുത്ത് കൂടി ഒഴുകുന്ന പുഴ ഏതാണ്, പെരിയ ഇസ് ദ റിവർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ എന്ത് കൊടുക്കാം, അപ്പോൾ നെയിം ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ യുവർ ഹൗസ്. ഭാരതപ്പുഴ ഈസ് ദ റിവർ വിച്ച് ഫ്ലോസ് നിയർ മൈ ഹൗസ് എന്ന് കൊടുത്തു. നെയിം ദ പേഴ്സൺ ഹൂം യു ലൈക്ക് ദ മോസ്റ്റ്. ആരെയാണോ ഇഷ്ടം അവരുടെ പേര് എഴുതുക. ഗോവിന്ദൻ ഈസ് എ പേഴ്സൺ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. വിച്ച് ഈസ് എ സ്റ്റോറി ദാറ്റ് യു റീസെൻ്റ്ലി റെഡ്. പോളിയ ഈസ് എ സ്റ്റോറി ദാറ്റ് ഐ റീസെൻ്റ്ലി റെഡ്. നെയിം ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ യുവർ നൈബർഹുഡ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും പ്രായമേറിയ ആളുടെ പേരെന്താണ്, നാരായണി ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ മൈ നൈബർഹുഡ്.
Read the following sentences. Polya's husband learned not only how to write but also how to be a successful officer. എങ്ങനെയാണ് not only but also യൂസ് ചെയ്യുക രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് the sun gives us not only light but also heat. ലൈറ്റ് മാത്രമല്ല ചൂടും തരുന്നുണ്ട്. ഇവിടെ എന്താണ്? The moon gives us light at night. The stars also gives light at night. And not only the moon but also the stars gives us light at night. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തത് വായിച്ചു നോക്കാം നമുക്ക്. If the subject is the same, we use not only but also to combine the qualities. ഓക്കെ, അതിൻ്റെ സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ കാണിച്ച പോലെ എന്താണ്? The sun gives us not only light ബട്ട് ഓൾസോ ഹീറ്റ്. ഈ സണ്ണിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? ലൈറ്റിനെയും ഹീറ്റിനെയും പറയാം. അപ്പോൾ സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ, അതായത് രണ്ടും ഒരേ സണ്ണിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ക്വാളിറ്റീനെ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്യുക. നമുക്ക് എന്ത് പറയാം? രമ നോട്ട് ഓൺലി സിങ്സ് ബട്ട് ഓൾസോ ഡാൻസസ്. സൂരജ് നോട്ട് ഓൺലി പ്ലേസ് ക്രിക്കറ്റ് ബട്ട് ഓൾസോ ബാസ്കറ്റ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഒരേ സ്ഥലത്ത് നിന്നാണ്, ഒരേ ആൾക്കാരിൽ നിന്നാണ് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ മൂണും സ്റ്റാർസും ഉണ്ടല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? സബ്ജക്റ്റിൻ്റെ മുമ്പാണ് ഈ നോട്ട് ഓൺലിയും ബട്ട് ഓൾസോയും വെക്കുന്നത് അല്ലേ. മൂണിൻ്റെ മുമ്പ് നമ്മൾ നോട്ട് ഓൺലി വെച്ചു, സ്റ്റാർസിൻ്റെ മുമ്പ് നമ്മൾ ബട്ട് ഓൾസോ വെച്ചു. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ദ വേർഡ്സ് ഗിവൺ എഗെയിൻസ്റ്റ് ദം. മേക്ക് സെൻറ്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഫ്രൂട്ട്സ് ടു ഈറ്റ്, ഫയർവുഡ് ടു ബേൺ. രണ്ടും നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? ട്രീയിൽ നിന്ന് തന്നെയല്ലേ കിട്ടുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ട്രീ gives us not only fruits to eat but also firewood to burn. ആൻസർ എന്ത് വരും? The trees gives us not only fruits to eat but also firewood to burn. അല്ല, ഫ്രൂട്ട്സും ഉണ്ട് പൾസസും ഉണ്ട് അല്ലേ. അതെന്താണ്? റിച്ച് ഇൻ വൈറ്റമിൻസ്. അപ്പോൾ എങ്ങനെ വരും? ഫ്രൂട്ട്സിൻ്റെ മുമ്പിലാണ് നമ്മൾ നോട്ട് ഓൺലി വെക്കുക. നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ബട്ട് ഓൾസോ പൾസസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് എന്ന് എഴുതും. ഫ്രൂട്ട്സ് ബട്ട് ഓൾസോ പൾസസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ്. നെഹ്റുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഒന്നാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു വാസ് not only the great prime minister but also a great writer. നമ്മൾ എങ്ങനെ എഴുതി? ജവഹർലാൽ നെഹ്റു was not only the great prime minister but also a great writer. നെക്സ്റ്റ് എന്താ? സരോജിനി നായിഡുവിനെ പറ്റിയാണ് പറയുന്നത്. നായിഡു was not only a poet but also a freedom fighter. Not only the TV not only educates but also entertains us. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ ആണ്. ന്യൂസ് പേപ്പർ ലോക്കൽ ന്യൂസും ഇന്റർനാഷണൽ ന്യൂസും തരുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പർ brings us not only the national news but also the international news എന്ന് എഴുതി. എന്താണ്? Here are some details about two great personalities. Write a few sentences about them. Use not only but also. ഇവിടെ അബ്രഹാം ലിങ്കനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചും കുറച്ച് ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട് അവരുടെ. അപ്പോൾ അത് നിങ്ങളോട് നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് കമ്പൈൻ ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ എഴുതാം നമുക്ക്? അബ്രഹാം ലിങ്കൻ വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് ലോയർ ബട്ട് ഓൾസോ എ ഗ്രേറ്റ് പൊളിറ്റീഷ്യൻ. Abraham Lincoln not only helped the poor but also was kind to animals. നോക്കാം നമുക്ക്. ലിങ്കനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. അബ്രഹാം ലിങ്കൻ വാസ് ഫേമസ് നോട്ട് ഓൺലി ഫോർ ഹിസ് ഓണസ്റ്റി ബട്ട് ഓൾസോ ഫോർ ഹിസ് കൈൻഡ്നെസ് ടു എനിമൽസ്. അബ്രഹാം ലിങ്കൻ നോട്ട് ഓൺലി ഹെൽപ് ദ പുവർ ബട്ട് ഓൾസോ പുട്ട് ആൻ എൻഡ് ടു സ്ലേവറി ഇൻ ആഫ്രിക്ക. അബ്രഹാം ലിങ്കൻ വാസ് നോട്ട് ഓൺലി എ പൊളിറ്റീഷ്യൻ ബട്ട് ഓൾസോ എ ഗ്രേറ്റ് പ്രസിഡന്റ്. ഇനി എന്താണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് നോട്ട് ഓൺലി എ റൈറ്റർ ബട്ട് ഓൾസോ എ ടീച്ചർ. Dr. S. Radhakrishnan was famous not only as a scholar but also as an orator. Dr. S. Radhakrishnan was not only a great president but also the chairman of UNESCO. Next എന്താണ്? In the following passage some words are wrongly used. Underline the wrong words and rewrite the passage using appropriate words. Which made the person which വരോ? വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കൾക്കാണ് നമ്മൾ വിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ അത് തെറ്റാണ്. On me was my best friend. I really like Shaji because he always helped me. Which things നമ്മൾ യൂസ് ചെയ്യോ? ഇല്ല. He is like a strong wall to lean on. Where I have problems നമ്മൾ പറയില്ല. Shaji has a dark hair and a beautiful smile who I can recognize. അതും യൂസ് ചെയ്യില്ല. നോക്കാം. വിച്ചിന് പകരം എന്താ എഴുതേണ്ടത്? The person who made a real impression on me was my best friend. I really like Shaji because he always helped me when things went wrong. Which things അല്ല വരിക? When
things went wrong എന്നാണ് വരിക. He is like a strong wall to lean on when I have problems at home or at school. Shaji has a dark hair and a beautiful smile which I can recognize from a distance.